മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട റോളിംഗ് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. നമ്മളെ ടൈപ്സ് ഓഫ് റോളിംഗ് മിൽസ് ഉണ്ട്. മെക്കാനിക്സ് ഓഫ് ഫ്ലാറ്റ് റോൾ, പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ, ന്യൂട്രൽ പോയിൻറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ടെൻഷൻ, ടോർഷൻ ആൻഡ് പവർ, റോൾ ഫോഴ്സസ് ഇൻ ഹോട്ട് റോളിംഗ് ആൻഡ് ഫ്രിക്ഷൻ ഡിഫ്ലക്ഷൻ ആൻഡ് ഫ്ലാറ്ററിങ് സ്പ്രെഡിങ്, അതിൻ്റെ സിമ്പിൾ പ്രോബ്ലംസ്. പിന്നെ റോളിംഗ് ഡിഫക്ട്സിനെ പറ്റിയും പിന്നെ പ്ലാസ്റ്റിക് ഡിഫോർമേഷനെ പറ്റിയും. നമുക്കിനി മെറ്റൽ ഫോമിങ്ങിനെ പറ്റി നമുക്ക് പഠിച്ചു തുടങ്ങാം. ദ പ്രോസസ് ഇൻ വിച്ച് ഷേപ്പ് ഓഫ് മെറ്റൽസ് ആർ ചേഞ്ച്ഡ് ടു ഡിസൈഡ് ഷേപ്പ് ബൈ സബ്ജക്റ്റിംഗ് ദം ടു സ്ട്രെസ് ഗ്രേറ്റർ ദാൻ ഈൽഡ് സ്ട്രെസ് ഓഫ് ദ മെറ്റൽ. ഈ ഒരു പോയിൻ്റ് ആരും മറക്കരുത്. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അണ്ടർ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്, റോളിംഗ്, ഫോർജിങ്, എക്സ്ട്രൂഷൻ, വയർ ഡ്രോയിങ്, no wastage of material, increase in strength and hardness of material, grain orientation possible, force and energy required high, complex shapes cannot be produced, residual stresses will be generated. കണ്ട ഈ ഗ്രാഫ് നോക്ക്. യങ്സ് മോളിൻ്റെ ഈ സ്ട്രെസ്സ് കൊടുത്തിട്ടുണ്ട്, സ്ട്രെയിനും സ്ട്രെസ്സും. ഫസ്റ്റ് എത്തത് ഇങ്ങനെ റൺ റൈസ് വന്നേണ്ട, പിന്നെ ഈൽഡ് സ്ട്രെങ്തായി എന്ന്, പിന്നെ സ്ട്രെയിൻ ഹാർഡനിങ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വന്ന്, പിന്നെ ഫ്രാക്ചറായി, താഴോട്ട് പോകുമ്പോൾ ഫ്രാക്ചർ. പിന്നെ അടുത്തത് ഫോഴ്സ് ആൻഡ് എനർജി റിക്വയർഡ് ഹൈ, കോംപ്ലക്സ് ഷേപ്സ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ്, റെസിഡ്യുവൽ സ്ട്രെസ്സസ് വിൽ ബി ജനറേറ്റഡ്. റോളിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. റോളിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. റോളിംഗ് നമ്മൾ പ്രോസസ്സ് പഠിക്കാൻ പോവുകയാണ്. റോളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ തിക്നെസ് ഓർ ചേഞ്ചിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ലോങ് വർക്ക് പീസ് ബൈ കംപ്രസീവ് ഫോഴ്സസ് അപ്ലൈഡ് ത്രൂ ദ സെറ്റ് ഓഫ് റോൾസ്. കണ്ട, ഒരു സാധനത്തിനെ റോൾ ചെയ്ത് അതിൻ്റെ ഷേപ്പും മാറ്റാൻ പറ്റും ആ റോൾ ചെയ്യുന്ന ഉപകരണം വെച്ച്. പാസിങ് ദ മെറ്റൽ ബിറ്റ്വീൻ ടു റോൾസ് റൊട്ടേറ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് അറ്റ് യൂണിഫോം സ്പീഡ്, പെരിഫറൽ സ്പീഡിൽ വരും. ഇനി സ്പേസ് ബിറ്റ്വീൻ ദ റോൾസ് ഈസ് അഡ്ജസ്റ്റഡ് ടു കൺഫോം ടു ഡിസൈഡ് തിക്നെസ് ഓഫ് ദ റോൾഡ് സെക്ഷൻ. കണ്ട, ഇനി ഷേപ്സ് ഓഫ് റോളിംഗ് നമുക്ക് നോക്കാം. ഇൻഗോട്ട്, ബ്ലൂം, ബില്ലറ്റ്, സ്ലാബ്, പ്ലേറ്റ്, ഷീറ്റ് ആൻഡ് സ്ട്രിപ്പ്. കണ്ട, ഇൻഗോട്ട്, സ്ലാബ്, ബ്ലൂം, ഇങ്ങനെ കണ്ട ഓരോ ഈ പ്രോസസ്സ്. സ്ലാബ്, ഷീറ്റ്, കോയിൽ ായിട്ട് പോവും. പിന്നെ ബ്ലൂം സ്ട്രക്ചറൽ, കണ്ട, ബില്ലറ്റ്, ബാർ, റോഡ്, അങ്ങനെ റോഡാക്കി ഫോം ചെയ്യും. കണ്ട, കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഗോട്ട്സ്. കണ്ട, ബില്ലറ്റ്, സ്ലാബ്, ബ്ലൂം, സ്ട്രക്ചർ, ഷേപ്പ്, പ്ലെയിൻ. കണ്ട, ട്യൂബ്, റൗണ്ട്സ് എല്ലാം പോയ പൈപ്പ്, റോഡ്സ്, വയർ ആൻഡ് വയർ പ്രോഡക്ട്സ്, ഹോട്ട് റോൾഡ്, കോൾഡ് ഡ്രോൺ ബാർസ്, പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ്സ്, സ്കെൽപ്പ്, വെൽഡഡ് പൈപ്പ്, ഹോട്ട് സ്ട്രിപ്പ്, പിക്കിംഗ് ആൻഡ് ഓയിലിംഗ്, കോൾഡ് സ്ട്രിപ്പ്, അങ്ങനെ വരും. ഇൻഗോട്ട്സ് ആർ വെരി large casting products, greater in size and shape than blooms, billets and slab. Ingot generally has rectangular, square cross section, but it is not necessary that it should be uniform throughout its length. Ingot may have variable cross section. And bloom has rectangular, square cross section. The cross section area of bloom is always greater than 36 in 230 cm, 2 cm. Blooms are used as rolling material in the manufacturing process of rails, seamless pipes, etc. Billet is also a casting product in new era of industry. Generally, the billets are made with the help of machine called as CCM, continuous casting machine. Billet has a square cross section area. The billets are used in manufacturing process of
steel rebars. Slab. A slab has rectangular cross-section. Slab has thickness lesser than bloom. The rolls വരുമ്പോൾ റിക്വയർമെൻറ്റ് വരുമ്പോൾ സ്ട്രെങ്ത് ആൻഡ് വെയർ റെസിസ്റ്റൻസ്. റോൾ മെറ്റീരിയൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീൽ, ഫോർജ്ഡ് സ്റ്റീൽ, ടങ്സ്റ്റൺ കാർബൈഡ്. പിന്നെ ബാക്ക് റോൾ, ഇൻ്റർമീഡിയറ്റ് റോൾ, എൻഹാൻസ് പ്രൊഫൈൽ ആൻഡ് ഫ്ലാറ്റ്നെസ് കൺട്രോൾ എബിലിറ്റി ഓഫ് റോളിംഗ് മിൽ. വർക്ക് റോൾ, ഫ്ലാറ്റ് ഷേപ്പ് കണ്ട ടൈപ്പ് ഓഫ് റോളിംഗ്, ഫ്ലാറ്റ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്. ഫ്ലാറ്റ് വരുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ഫ്ലാറ്റ് പ്ലെയിൻ, ഷീറ്റ് ആൻഡ് ഫോയിൽ അറ്റ് ഹൈ സ്പീഡ്സ്. ഗുഡ് സർഫസ് ഫിനിഷ് എസ്പെഷ്യലി ഇൻ കോൾഡ് റോളിംഗ്. വെരി ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോ ടു മോഡറേറ്റ് ലേബർ കോസ്റ്റ്. ഇപ്പുറത്ത് വരുമ്പോൾ പ്രൊഡക്ഷൻ വേരിയസ് സ്ട്രക്ചറൽ ഷേപ്സ് അറ്റ് ഹൈ സ്പീഡ്സ്, റിക്വയർ ഷേപ്ഡ് റോൾസ് ആൻഡ് എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ്, ലോ ടു മോഡറേറ്റ് ലേബർ കോസ്റ്റ്, requires moderate operator skill. Continuous casting, slab, billet, bloom. സ്ലാബിന് ഹോട്ട് സ്ട്രിപ്പ്, പിക്കിംഗ് ആൻഡ് ഓയിലിംഗ്, കോൾഡ് സ്ട്രിപ്പ്. പിന്നെ സ്ലാബ് സ്കെൽപ്പ്, വെൽഡഡ് പൈപ്പ്, പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ്സ്. കണ്ടിന്യൂസ് കാസ്റ്റിംഗ് ഇൻഗോട്ട്സ്, ബില്ലറ്റ്, ഹോട്ട് റോൾഡ് ബാർസ്, കോൾഡ് ഡ്രോൺ ബാർസ്. Rods, wire and wire products. Seamless pipe വരും. Bloom tube round structure and rails. കണ്ടോ, ഓരോ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ഇൻഗോട്ട്സിൻ്റെ ഫ്ലാറ്റ് ആൻഡ് ഷേപ്പ് റോളിംഗ് പ്രോസസ്സിൻ്റെ. ഇനി അടുത്ത ടൈപ്പ് ഓഫ് റോളിംഗ് മിൽ. 2 high mill rolling, 3 high mill rolling, 4 high mill rolling, cluster mill high rolling. 2 high rolling mill consist of 2 heavy roll placed exactly one over the other. Usually the lower roll fixed in position and upper roll can be moved to adjust the space between the rolls. Rolls rotate in the same speed but opposite direction. Feed from one direction. കണ്ട ഈ ഫിഗർ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇത് 2 ഹൈ റോളിംഗ് മില്ലിംഗ് ആണ്. റോളർ, റൊട്ടേഷൻ, റോളർ. അപ്പോൾ ഈ വർക്ക് പീസ് ഈ കണ്ട ഇവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് കൊടുത്തു തുടങ്ങുമ്പോൾ ആ ഷേപ്പിൽ വരും. ഇനി 3 ഹൈ മില്ലിംഗ് കൺസിസ്റ്റ് ഓഫ് ഹെവി റോൾസ്. Consist of heavy rolls placed exactly one. Upper and lower rolls rotate in same direction, but middle roll rotates in the opposite direction. Workpiece is made to pass in one direction between the upper and middle rolls, and then between the middle and lower roll in the opposite direction during the second pass. Middle roll is fixed while upper and lower can be moved to adjust the space between the rolls. Generally used for hot rolling of material, hot rolling of metals. നമുക്ക് റോളർ റൊട്ടേഷൻ നോക്കാം. കണ്ട വർക്ക് പീസ് നോക്കുന്നു, വർക്കിംഗ് ഫീഡ് ഡിറ്റക്ഷൻ വരും. കണ്ട ഇപ്പുറം ഒരെണ്ണം വെച്ചോടും, വർക്ക് പീസ് രണ്ടിടത്ത് വെച്ചോടും, അങ്ങനെ ഓരോ വർക്ക് പീസ് വെച്ചോടും, പെട്ടെന്ന് കാര്യങ്ങൾ. 3 ഹൈ റോളിംഗ് മില്ലിംഗ് ഇങ്ങനെയാണ്. അടുത്തതാ 4 ഹൈ മില്ലിംഗ്. കൺസിസ്റ്റ് ഓഫ് 4 റോൾസ്. കണ്ട അതിൻ്റെ ഇടയിൽ വർക്ക് പീസ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന 2 വിച്ച് ആർ വർക്കിംഗ് റോൾസ് ആൻഡ് അതർ ബാക്കപ്പ് റോൾസ്. ബാക്കപ്പ് റോൾസ് ആർ ലാർജർ and are used of preventing the deflection of the working rolls. When worn or broken, small rolls can be replaced at lower cost than can large ones. Kanda cluster mill, hot rolling, cold rolling വന്നിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ
കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. നമ്മൾ ഒരു ഇത് കാണിച്ചു. ഇതിൽ ഹോട്ട് റോളിംഗ് എന്താണെന്ന് പറയാം. ഹീറ്റഡ് എബോവ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ, നോ സ്ട്രെയിൻ ഹാർഡനിങ് ഉണ്ട്, ഹെവി റിഡക്ഷൻ ഇൻ ഏരിയ പോസിബിൾ, ലെസ് ഫോഴ്സ്, ലോ പവർ റിക്വയർമെൻറ്റ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഇംപ്രൂവ്ഡ് ഡക്റ്റിലിറ്റി, reduced slightly, metal oxides on surface finish not good, residual stresses less, light equipment. Cold rolling, heated below recrystallization temperature, for hardening material becomes brittle, less reduction in area, larger force, higher energy requirement, hardness increases, brittleness increases, ductility reduces, oxide free, good surface finish, residual stresses high, heavy and powerful equipment needed. The flat rolling process principle. The metal strip thickness H0 enters the roll gap and is reduced to thickness just by a pair of rotating rolls, each powered individually by electric motor. The surface speed of the roll is VR. The velocity of the strip increases from its entry value of V0 as it moves through the roll gap. The velocity of the strip is highest at the exit from the roll gap is denoted as VF. VF denoted here. VF. Because the surface speed of the rigid roll is constant, there is relative sliding between the roll and strip along the arc of contact in the roll gap. The velocity of the strip is the same that of the roll. On one point along the contact line, neutral point or no strip point. To the left neutral point, the roll moves faster than the strip. To right, the strip moves faster than the roll. The roll pulls the material into the roll gap through a net frictional force on the material. Thus, the net frictional force must be to the right. All the friction is necessary for rolling material. Energy is dissipated in overcoming friction. Increasing friction also increases rolling force and power requirement. High friction and could damage the surface of rolled product. Low and controlled friction is induced in rolling through the use of effective lubricants. Maximum possible draft. The difference between initial and final strip thickness. Kanda. H0 minus HF. Mu square into R. Kanda. Mu coefficient of friction. R radius. Roll radius. It can be shown that this quantity is friction. Roll radius R and coefficient of friction mu. Higher the friction and the larger the roll radius, the greater maximum possible draft. പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും വരെ ഇന്ന് ഡ്രാഫ്റ്റ് വരെ പറഞ്ഞ് നിർത്തുകയാണ്. നമ്മളിനി കുറേ കാര്യങ്ങളുണ്ട് ഇത് പറയാൻ. ഇതിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരെണ്ണവും കൂടി. ഇനി റോളിംഗ് ഡിഫക്ട്സ് എന്താണെന്ന് നോക്കാം. വേവിനസ്, സിപ്പർ ക്രാക്സ്, എഡ്ജ് ക്രാക്സ്, അലിഗേറ്ററിങ്, സ്പ്രെഡിങ്, ചേമ്പറിനെ പറ്റി ഇനി പറയാനുണ്ട്. വൈബ്രേഷൻ ആൻഡ് ചാറ്റർ ഉണ്ട്. ഇനി വേരിയസ് റോളിംഗ് പ്രോസസ് ആൻഡ് മിൽസ്, അതിനെപ്പറ്റിയൊക്കെ പറയാനുണ്ട് നമുക്ക്. ഇനി റോൾ ഫോർജിങ് ഉണ്ട്, ത്രെഡ് ഫോർജിങ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.
താങ്ക് യു വെരി മച്ച്.